കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൂ പോലുള്ള ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു കേട്ടോ. സാമ്പാർ ഞാൻ വീട്ടിൽ നിന്ന് പിടിച്ചില്ല, കാരണം നമ്മൾ ഇത്തിരി ലേറ്റായി പോയി എഴുന്നേറ്റപ്പോൾ. അബിക്കുട്ടൻ ഇന്ന് സ്കൂളില്ല, സാറ്റർഡേ ആണ്. സൈഷേട്ടൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല കേട്ടോ, ലീവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ, ലേറ്റായിപ്പോയി. അങ്ങനെ ഞാൻ വേഗം ചോറൊക്കെ വെക്കുകയാണ്. ചോറ് വെച്ചു, പിന്നെ ഇഡ്ഡലിയുടെ പാത്രം തന്നെ 3 മുട്ടയും പുഴുങ്ങി കേട്ടോ. അതിനുശേഷം അച്ഛനും മക്കളും നല്ല ഉറക്കത്തിലാണ്. ജോലിക്കും പോകാത്തതുകൊണ്ട്, അബികുട്ടനെ സ്കൂളിലാത്തതുകൊണ്ട് നല്ലവണ്ണം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ. അപ്പോഴത്തേക്ക് നമ്മൾ റെഡി ആക്കുവാണല്ല. ശേഷം ഞാൻ കാപ്പിയെല്ലാം റെഡിയാക്കിയിട്ട് ജിത്തുട്ടനുള്ള കുവരക് കൂടെ കാച്ചി വയ്ക്കുവാണ് കേട്ടോ. നമ്മൾ സമയങ്ങളിലൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാമ്പാറൊന്നും പിടിക്കാൻ പറ്റാതായിപ്പോയത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് സൈഷേട്ടൻ ബീഫ് എടുത്തിട്ട് വന്നു. അങ്ങനെ നല്ലവണ്ണം ബീഫ് കറി വെച്ചു കേട്ടോ. നല്ല കുരുമുളക് കൂട്ടിയാണ് വെച്ചത്, നല്ലവണ്ണം പറ്റിച്ചും വെച്ചു കേട്ടോ. അതിനുശേഷം സൈഷേട്ടൻ പറഞ്ഞു എന്തെങ്കിലും ഒഴിച്ചുകറി വെക്കണം, അങ്ങനെ മോരുകറി വയ്ക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചക്ക ഉണ്ടായിരുന്നു. അങ്ങനെ സൈഷേട്ടൻ ചക്കയൊക്കെ വെട്ടി വൃത്തിയാക്കി തന്നു. ഞാൻ ആ സമയം കൊണ്ട് മോരുകറി വെച്ചു കേട്ടോ. അപ്പോൾ ബീഫ് നല്ലവണ്ണം കുറുക്കി വെച്ചതുകൊണ്ടാണ് ഒഴിച്ചു കറിക്ക് വേണ്ടി മോരുകറി വെച്ചത്. അപ്പോഴത്തേക്കും നമ്മളെ ബീഫിൻ്റെ കണ്ടീഷൻ ഇതാണ്. എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ബീഫ് കറി വെച്ചത് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം പറ്റിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല കറുത്ത നിറാവുന്നവരെ നല്ലവണ്ണം വേവിച്ച് പറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്ക വേവിച്ചു കടുക് വറുത്തൊഴിക്കുകയാണ്. ഞാനാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് കടുക് വറുത്ത് ഒഴിച്ചൊന്നും കാണിക്കാൻ പറ്റാത്തത്. ശേഷം കടുക് വറുത്തിട്ട് വീഡിയോ പിടിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ അബിക്കുട്ടന് ചക്ക ഇഷ്ടമല്ല, അതുകൊണ്ട് അവന് മോരുകറിയും കുറച്ച് ബീഫ് കറിയും കൂട്ടി ചോറും എടുത്തു. ഇത് ഫുള്ളും അബിക്കുട്ടൻ തിന്നത്തില്ല, ബാലൻസ് വരുന്നത് ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് തിന്നും ചോറ് കേട്ടോ. അപ്പോൾ സൈഷേട്ടൻ ഭയങ്കര ഇലയിലൊക്കെ വലിയ സദ്യ പോലെയാണ് കഴിക്കുന്നത്, ഇലയൊക്കെ വെട്ടിയിട്ട് വന്നിട്ട്. അതിനുശേഷം ഞാനും സൈഷേട്ടനും പിന്നെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ഷൈനിയായിട്ട് പോയി മാങ്ങ പറിക്കാൻ പോയി കേട്ടോ. സൈഷേട്ടൻ മാങ്ങയിൽ കയറിയിട്ട് മാങ്ങ പറിച്ചിട്ട് ഞാനും ഷൈനിയും കൂടെ നമ്മൾ കയ്യിൽ വെച്ച് പിടിച്ച് തറയിൽ വീണ് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി പിടിച്ചു. മിക്ക മാങ്ങയും വിളഞ്ഞ് പഴുത്ത് കിടക്കുകയാണ് കേട്ടോ. ശേഷം വൈകുന്നേരത്തെ ചായക്കുള്ള സ്നാക്സ് ഉണ്ടാക്കുകയാണ്. സ്നാക്സ് എന്ന് വെച്ചാൽ നമ്മളിന്ന് ചത്തുമാവുണ്ടല്ലോ, നമ്മളെ കേരളത്തിലൊക്കെ പറയാം അമൃതം പൊടി എന്ന് പറയുമല്ലോ, നമ്മളിവിടെ ചത്തുമാവ് എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിലെ. അത് ഇവിടുത്തെ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇതാണ് അത് വറുത്തിട്ട് നമ്മൾ അരിമാവ് വറുക്കുമല്ലോ, അതുപോലെ നമ്മൾ പാമോയിലാണ് ഉപയോഗിക്കുന്നത്. പാമോയിൽ അത് ഒഴിച്ച് കടുക് വറുത്തിട്ട് ജീരകവും തേങ്ങയും ഇട്ട് നല്ലവണ്ണം വഴറ്റിയിട്ട് ചത്തമാപ്പൊടി ഇട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ വഴറ്റിയെടുക്കും കേട്ടോ. കറിവേപ്പിലൊക്കെ നല്ലവണ്ണം ഇടണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് വേവുന്നവരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. നമ്മൾ അരിമാവ് എങ്ങനെ ചെയ്യുന്നോ അതുപോലെ. അപ്പോൾ ഇതിന് പ്രത്യേകം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതിൽ തന്നെ ഉണ്ട് ഓൾറെഡി മധുരം. അപ്പോൾ ഇത് ലാസ്റ്റ് കണ്ടീഷൻ ഇതാണ്. നല്ല ക്രിസ്പി ആകുമ്പോൾ എടുക്കുക, നമ്മൾ പരുവം അറിയാൻ പറ്റില്ല അപ്പോഴെടുക്കണം. ഇത് ഒരു ടിന്നിൽ അടച്ചു വെച്ചിരുന്നാൽ എപ്പോഴും നമുക്കെടുത്ത് ഉപയോഗിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ലീവായിട്ടുള്ള സൺഡേ ഒക്കെ ഞങ്ങളെപ്പോഴും സൈഷാൻ്റെ ചിറ്റപ്പൻ വീട്ടിൽ പോകും കേട്ടോ. നമ്മളവിടെ പോയി വെറുതെ വർത്തമാനം പറയാൻ പോകുന്നതാണ്, അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ എല്ലാം ലീവൊക്കെ ആയതുകൊണ്ട് പോവുകയാണ്. വൈകുന്നേരം ആയപ്പോഴും പോയി. ഇനി രാത്രിയേ വരുള്ളൂ ഞങ്ങൾ കേട്ടോ. അവിടെ നിന്ന് സംസാരിച്ചും പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ഒക്കെ വരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.